ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. 1989 വടക്കൻ വീരഗാഥ ഇറങ്ങിയപ്പോൾ ആ വർഷത്തെ ഇൻഡസ്ട്രി ഹിറ്റ് തന്നെയായിരുന്നു ഈ സിനിമ. പിൽക്കാലത്ത് ഇന്ന് 2025 ഇറങ്ങുമ്പോഴും സിനിമ വലിയ രീതിയിൽ കളക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു. സിനിമയുടെ കളക്ഷനേക്കാൾ ഉപരി സിനിമയുടെ ക്വാളിറ്റിയാണ് അന്നും ഇന്നും സ്റ്റഡിയായി നിൽക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമ ഇന്ന് കാണുമ്പോൾ ഫ്രഷ്നെസ്സോടെ ആളുകളിലേക്ക് എത്തുന്നു. കൂടുതൽ ആളുകൾക്ക് അത് കാണാൻ തോന്നുന്നു. നമ്മളുടെയൊക്കെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സിനിമ എന്ന് തന്നെ പറയാം, മലയാളത്തിൻ്റെ വടക്കൻ വീരഗാഥ. സിനിമ നമ്മൾ അധികം കേൾവിയില്ലാത്ത ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ഈ സിനിമയുടെ ബഡ്ജറ്റ് ആദ്യകാലത്ത്, അതായത് 1989 ഈ സിനിമ റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന സമയത്ത് 1 കോടിയോളമായിരുന്നു. അന്നത്തെ ഒരു വലിയ ബഡ്ജറ്റ് തന്നെയാണ്. ഏകദേശം ആ കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയ സിനിമകളുടെ കളക്ഷനും അല്ലെങ്കിൽ അതിൻ്റെ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റിൽ വന്നിരിക്കുന്ന സിനിമ തന്നെയാണ്. ഇന്ന് നമ്മൾ പറയുന്നു ബാഹുബലി പോലെയുള്ള ചിത്രങ്ങൾ വരുമ്പോൾ 500 കോടി അല്ലെങ്കിൽ 200-300 കോടിയിലൊക്കെയാണ് സിനിമ വന്ന് 1000 കോടി കളക്ട് ചെയ്തു അല്ലെങ്കിൽ ആ റേഞ്ചിലേക്ക് എത്തി എന്നുള്ളത്. അതേപോലെ തന്നെ മലയാളത്തിൻ്റെ വടക്കൻ വീരഗാഥയും നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ, ഒന്ന് പിന്നോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ്. അന്ന് 1 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എത്ര കോടി ആയിരിക്കാം അതിൻ്റെ ആ ഒരു ഡിഫറൻസ് എന്നൊന്ന് ചിന്തിച്ച് നോക്കാം. മണി വാല്യൂ അത്രത്തോളം ഉണ്ടാവും, ഡിഫറൻസ് നമുക്കറിയാൻ കഴിയും. അന്ന് സിനിമ നേടിയത് 6,80,00,000 രൂപയോളമായിരുന്നു. അതായത് ഏകദേശം 7 ഇരട്ടിയോളമാണ് സിനിമ തിയേറ്ററുകളിൽ നിന്ന് മാത്രമായിട്ട് നേടിയത്. അതായത് ഇന്നത്തെ പോലെ സാറ്റലൈറ്റോ അല്ലെങ്കിൽ ഓവർസീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത സിനിമ നേടിയത് അത്രത്തോളം വലിയ ഒരു എമൗണ്ട് തന്നെയായിരുന്നു. ഒരു വർഷത്തിനടുത്ത് ഓടിയ ചിത്രമാണ്. അതായത് ABC ക്ലാസ് അങ്ങനെ തുടങ്ങുന്നു സിനിമയുടെ ഓട്ടം. ഒരു പക്ഷേ ഈ സിനിമ ഇറങ്ങിയ 5-6 വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഗ്രാമങ്ങളിലൊക്കെ അത് ഓടിയിരുന്നത്. ഈ സിനിമ 300 ദിവസങ്ങൾക്ക് മുകളിൽ ഓടിയ ഡീറ്റെയിൽസ് നമ്മുടെ മിക്കവരുടെയും കയ്യിലുണ്ട്. പിന്നീട് സിനിമ C ക്ലാസ്സുകളിലൊക്കെ പല സ്ഥലങ്ങളിലും 50ഉം 75ഉം ദിവസം ഓടിയ കാര്യങ്ങളുമുണ്ട്. അങ്ങനെ മുതൽ മുടക്കിൻ്റെ 7 ഇരട്ടി നേടിയ ഈ ഒരു സിനിമ ഒരു കൊടൂര വിജയം തന്നെയാണ്. അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത, ഇന്ന് 250 കോടി ബഡ്ജറ്റിൽ എമ്പുരാൻ പോലെയുള്ള സിനിമ വരുമ്പോൾ അതിനൊക്കെ 30-35 വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ബഡ്ജറ്റിൽ വന്ന ചിത്രമെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഒരു വടക്കൻ വീരഗാഥയെ. അത് 7 ഇരട്ടിയോളം നേടിയിട്ടുണ്ട് അതിൻ്റെ കളക്ഷനും. അതായത് പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം, അതുപോലെ തന്നെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന മുഹൂർത്തമെന്ന് തന്നെ പറയാം. വടക്കൻ പാട്ടിൻ്റെ ഈണത്തിൽ വന്ന ഈ ഒരു ചിത്രം അതുവരെ കണ്ട വടക്കൻ കഥകളെ അല്ലെങ്കിൽ ചേകവന്മാരുടെ കഥകളെ മാറ്റി എഴുതിക്കൊണ്ട് പൂർണ്ണമായും ഒരു റിയലിസ്റ്റിക് മൂവിയിലേക്ക് എത്തി. ആ ഒരു കാലഘട്ടത്തിൽ 1989 മമ്മൂട്ടിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡും MT വാസുദേവൻ നായർക്ക് ബെസ്റ്റ് സ്ക്രീൻ പ്ലേയും P കൃഷ്ണമൂർത്തിക്ക് ബെസ്റ്റ് ആർട്ട് ഡയറക്ടർ ആൻഡ് ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ള അവാർഡ് നേടിക്കൊടുത്ത സിനിമയാണ്. സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ ചിത്രമാണ്. അവാർഡുകളും കളക്ഷനും എല്ലാം മാറ്റിവെച്ചാൽ ഈ ഒരു സിനിമ മലയാളിയുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു ചിത്രവും കൂടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം. അന്ന് 1 കോടി ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ 6,80,00,000 രൂപ അന്ന് നേടിയിട്ടുണ്ടെങ്കിൽ ഇന്നാണ് ഈ സിനിമ ചിത്രീകരിക്കുന്നതെങ്കിൽ എത്രയായിരിക്കാം അതിൻ്റെ ബഡ്ജറ്റ്? സാമ്പത്തിക വിദഗ്ധർ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അവർക്ക് ഈ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നേട്ടം ഏത് റേഞ്ചിലാണ്? ഇന്ന് ഈ ഒരു സിനിമ ഇറങ്ങുന്നു, ഏകദേശം 50-55 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ 4Kയിലേക്ക് ഇന്ന് എക്സാക്റ്റ് ആയിട്ട് ഉള്ള ഒരു എമൗണ്ട് 4Kയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. തുടക്കം ഈ ആദ്യ സിനിമകളൊക്കെ വന്നപ്പോൾ 1 കോടിയോളമായിരുന്നു. പിന്നീട് ഒരുപാട് കമ്പനികൾ വരികയും പിന്നീട് അതിൻ്റെ വലിയ രീതിയിലുള്ള കുറവുകൾ നമുക്ക് കാണാനും കഴിയുന്നു. ഇനിയും അതിൻ്റെ റേറ്റുകൾ കുറയുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ നല്ല ക്വാളിറ്റിയിൽ, നല്ല ക്ലാരിറ്റിയിൽ, നല്ല ഗംഭീരമായിട്ടുള്ള ഈ ഒരു സിനിമ വീണ്ടും വീണ്ടും ആളുകളിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ മനസ്സ് നിറയുന്ന സിനിമ എന്ന് പറയാം. ഒരുപാട് പണ്ടൊക്കെ നമ്മൾ മമ്മൂട്ടി മോഹൻലാൽ സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ അവരായി മാറുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അന്ന് കൊച്ചുകുട്ടികളായ നമ്മൾക്ക് ഉണ്ടായിരുന്ന ഫീലും അത് തന്നെയാണ്. മോഹൻലാലിൻ്റെ സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ അറിയാതെ തോളി ചെരിഞ്ഞ് വരുന്നു. മമ്മൂട്ടിയുടെ സിനിമ കണ്ടു വരുമ്പോൾ നെഞ്ച് വിരിച്ച് നമ്മൾ അറിയാതെ വരുന്നു. ഇതെല്ലാം നമ്മളിലുണ്ടായിരുന്നതാണ്. ഇന്ന് ഒരു സിനിമ കാണുമ്പോഴും, ഈവൻ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ പോലും സിനിമകൾ കാണുമ്പോൾ എന്തോ ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുന്നു എന്നുള്ള ഫീലുകൾ മാത്രമാണ് നമുക്ക് എപ്പോഴും ഉണ്ടാകാറുള്ളത്. അതൊക്കെ ഒരു കാലഘട്ടം എന്ന് തന്നെ പറയാം. അന്ന് അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൻ്റെ ആയിരിക്കാം, അതൊക്കെ ആയിരിക്കാം. പക്ഷേ ഇന്ന് നമ്മളുടെ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രായമുള്ള ഒരു കുട്ടി പോലും അങ്ങനെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് അതിലെ ക്യാരക്ടറായിട്ട് ഇറങ്ങി വരുന്ന ഒരുപാട് ആളുകളെയും നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് കോമാളിത്തരം കാണിക്കാൻ വനിതാ വിനീതയിൽ ഒരുപാട് പേർ ഉണ്ടാകാം. അവർ മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നത്. മറ്റേതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ്. കുറേ നിമിഷങ്ങളിലേക്ക് അതിലെ കഥാപാത്രങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിൽ ഈ പറഞ്ഞ പോലെ രാജാവിൻ്റെ മകനൊക്കെ കണ്ടിറങ്ങിയപ്പോൾ കുറേ ദിവസത്തേക്ക് ഞാൻ രാജാവിൻ്റെ മകനായിട്ട് തന്നെയായിരുന്നു അറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു നമുക്ക് ആ ഒരു കാലഘട്ടത്തിലെ സിനിമകളെല്ലാം തന്നെ. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു വടക്കൻ വീരഗാഥ എന്ന് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ഇന്നും
മാറ്റു കുറയാതെ ഇന്നും യാതൊരു വ്യത്യാസവുമില്ലാതെ അതേ ഫീലിൽ കാണാൻ കഴിയുന്ന ഏക സിനിമ മലയാളത്തിൻ്റെ വടക്കൻ വീരഗാഥ. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് ക്ഷണിക്കുകയാണ്, ഇന്നാണ് ഈ സിനിമ ചിത്രീകരിക്കുന്നതെങ്കിൽ എത്രയായിരിക്കും ഈ സിനിമയുടെ ബഡ്ജറ്റ്? ഒപ്പം ഈ 6.5 കോടി അന്ന് നേടിയെന്ന് പറയുമ്പോൾ ഇന്നത്തെ കളക്ഷൻ എത്രയായിരിക്കും? ബാഹുബലിയേക്കാൾ വലിയ വിജയമല്ലേ ഈ സിനിമ? അതായത് ബാഹുബലി തെലുങ്കിൻ്റെ ഒരു വടക്കൻ വീരഗാഥ മാത്രമല്ലേ എന്നുള്ള ഒരു ചോദ്യം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം, സബ്സ്ക്രൈബ് ചെയ്ത് തരണം ഗ്രേ മീഡിയാസ്.